നമസ്കാരം. ഉഷ സ്റ്റഡി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 മാച്ച് ദ കോളമാണ്. അതേ കോളത്തിൽ മൈ സൺ വിൽ നോട്ട് എ ബെഗർ എന്ന പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇത് അധിക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ 4 കഥാപാത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് മദർ, ഒന്ന് സിസ്റ്റർ, ഒന്ന് ഫാദർ, ഒന്ന് സെർവൻറ്റ്. അപ്പോൾ ആ കുട്ടി ആ വീട്ടിലുള്ള മൈ സൺ വിൽ നോട്ട് എ ബെഗർ എന്ന പാഠത്തിലെ ആ കുട്ടി ഓരോരോ വ്യക്തികളും എങ്ങനെയാണ് ആ കുട്ടിയെ കാണുന്നത് എന്നുള്ളതാണ്. അതിൽ മദർ എന്താണ്, ഈ കുട്ടിയെ ഓർത്ത് എപ്പോഴും കരയുകയാണ്. അതുപോലെ തന്നെ സിസ്റ്റർ എന്താണ്, ഒരു ഡോളിനെ പോലെ തൻ്റെ അനുജനെ കൂടെ നടത്തുകയാണ്. ഫാദർ എന്താണ്, ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ, കുട്ടിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് രോഗം ഭേദമാകുന്നുള്ള പ്രതീക്ഷയിലേക്കാണ് അവർ പോകുന്നത്. പിന്നെയാണ് സെർവൻറ്റ്. അടുത്ത സെർവൻ്റാണ്. സെർവൻ്റ് എന്താണ്, ഒരു ഈവിൾ കണക്ക്, ഒരു ചെകുത്താനെ പോലെയാണ് ആ കുട്ടിയെ കരുതുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ തന്നെയാണ് പറയുന്നത്. അത് നമ്മൾ ആരാധനേൻ്റെ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ഹർട്ടിൽ ആ വാക്ക്, അത് വാക്കാണ് വിച്ച് വേർഡ്സ് എന്നാണ് ചോദിക്കുന്നത് ആ പാഠത്തിലുള്ളത്. പ്രമീള ഓണ്ട അമ്മാവിയായ പ്രമീള അങ്ങനെയാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് വരുന്നത്. അതെന്താണ് ചോദ്യത്തിന് ഉത്തരം എന്ത് പറയുന്നത് വെച്ചാൽ അവരെന്താണ്, ഡാർക്കാണ് ആരാധന എന്ന് പറയുന്നത്. ഷീ ഹാസ് എന്താണ് സ്കിന്നി ആൻഡ് ഷീ ബേബി ചെറുപ്പത്തിൽ എന്താണ് ഒരു സ്കിന്നി, അതുപോലെ തന്നെ എന്താണ് ഡാർക്കാണ്. ആ ഡാർക്ക് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് സ്കിന്നി ആൻഡ് ഡാർക്ക് എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ. അടുത്ത സെക്ഷൻ ബി ആണ്. അത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്പർ 6 to 7 6-7 നമ്പറിലെ ക്വസ്റ്റ്യൻസിനും പാസേജ് വായിച്ചിട്ട് അതിനുള്ള ഉത്തരം കൊടുക്കുകയാണ് വേണ്ടത്. ആ പാസേജിൽ ഉണ്ടാവും അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും അത് നല്ലോണം വായിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഈ പാരഗ്രാഫിൽ ലൈറ്റ് ബൾബില്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. നമുക്കറിയാം തോമസ് ആൽവ എഡിസനാണ് ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഡാഷ് വാസ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് അവിടെ എന്താ കൊടുക്കേണ്ടത്, ലൈറ്റ് ബൾബ്. അത് പാരഗ്രാഫ് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ അയാൾ ഒരുപാട് ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ അയാളെന്താണ്, പരാജയം, ഓരോരോ വട്ടവും പരാജയം എന്താണ്, ഒരു ഇമോഷനായിട്ടാണ് അയാൾ എടുത്തത്. പരാജയത്തിൽ അയാൾ തളരാതെ എന്താണ് ഇമോഷനായത് കൊണ്ടാണ് അയാൾ വീണ്ടും ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ ബിഹേവ് ഇമോഷൻ എന്നാണ് അവിടെ വേണ്ടത്. അടുത്തത് അയാളെന്താണ്, എക്സാമ്പിൾ ഓഫ് ഗ്രില്ല്. അയാൾ തോമസ് ആൽവ എഡിസൺ എന്താണ്, ഒരു എക്സാമ്പിൾ ഓഫ് ഗ്രിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നോക്കിയിട്ട് അത് വരികയാണെങ്കിൽ അത് എഴുതും. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. അത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഓരോ 3 ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തത്. ഈ പാഠഭാഗത്തിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ് കൊടുത്തത്. അവിടെ പിന്നെ ഈ ഓരോന്നിൻ്റെ അകത്തും ടിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് നോക്കി പാരഗ്രാഫും അതുപോലെ തന്നെ ടിക്ക് ചെയ്ത ഭാഗങ്ങളും ഓരോന്ന് നോക്കിയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ എഡിസൺ എന്താണ്, ഒരു ഒപ്റ്റിമിസ്റ്റിക്കാണ്. കാരണം എന്താ, അയാൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു ബൾബ് കണ്ടെത്തുന്നുള്ളത്. അപ്പോൾ അത് ഒപ്റ്റിമിസ്റ്റിക് എന്നാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. മൂന്നാമത്തത് 7 അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് ഇത് തന്നെ വരണമെന്നില്ല, അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. എന്നാലും ഈ മോഡലിലാണ് ക്വസ്റ്റ്യൻ വരിക. എന്നാലും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷയ്ക്ക് പോവുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക്സ്.